തന്നെ സഹായിച്ച വൈദ്യർ റാഷിദിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചെന്നും ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണ് അയാളെ വേട്ടയാടുന്നതെന്നും ഉള്ള മകൾ സംഗീതയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPM കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് PV ഭാസ്കരൻ വാർത്താസമ്മേളനത്തിൽ ഭാസ്കരന്റെ ഭാര്യ രോഹിണിയും മകൻ സുബിത്തും പങ്കെടുത്തു. മകൾ വീഡിയോയിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും റാഷിദ് എന്ന വൈദ്യന്റെ സമീപനം ശരിയല്ലെന്നും ഭാസ്കരൻ വാദിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അരയ്ക്കു താഴെ തളർന്നു കിടക്കുന്ന എൻ്റെ മകളുടെ ജീവിതമാണ് പ്രധാനം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മകളുടെ ചികിത്സയ്ക്കെത്തിയ റാഷിദ് എന്ന വൈദ്യന്റെ സമീപനം ശരിയല്ല, PV ഭാസ്കരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റാഷിദിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പീഡനത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധമുണ്ടെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മകളുടെ മകനെ ഉപദ്രവിച്ചതിന് കുട്ടി കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഭാസ്കരൻ വ്യക്തമാക്കി. റാഷിദിനെക്കുറിച്ച് അന്വേഷിക്കാൻ അയാളുടെ നാടായ കോട്ടപ്പുറത്ത് താൻ പോയത് ജമാഅത്ത് ഭാരവാഹികളോടൊപ്പമാണെന്നും അയാളെക്കുറിച്ച് പൊതുവിൽ നല്ല അഭിപ്രായം കേട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരമൊരാളുടെ കൂടെ അരയ്ക്കു താഴെ ശേഷിയില്ലാത്ത എൻ്റെ മകളെ എങ്ങനെ അയക്കാൻ സാധിക്കും? അല്ലാത്തപക്ഷം അവളെ മതം നോക്കാതെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു, ഭാസ്കരൻ വികാരഭരിതനായി പറഞ്ഞു. വാഹനാപകടത്തിലാണ് മകൾക്ക് അരയ്ക്കു താഴെ തളർച്ച വന്നത്. 1.5 കോടിയോളം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ളൂ. 1.5 കോടിയോളം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കാനുണ്ട്. ഇത് ലക്ഷ്യമിട്ടാണ് റാഷിദ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഗീതയുടെ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. കുടുംബത്തിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി മകൾ സംഗീത കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി യുവതി കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചതാണ്. വിഷയത്തിൽ വിശദീകരണം നൽകാൻ യുവതിയുടെ പിതാവും കുടുംബാംഗങ്ങളും ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഇതിനിടയിലാണ് വീഡിയോ സന്ദേശത്തിലൂടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. തന്നെ സഹായിച്ച വൈദ്യരെ ഇല്ലായ്മ ചെയ്യാൻ പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും പിതാവ് വീട്ടിൽ നിന്നും ഫോൺ ചെയ്ത് നേരിട്ട് കേട്ടുവെന്നും വൈദ്യർ ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണ് വേട്ടയാടുന്നതെന്നും യുവതി പറയുന്നു. ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്ന് യുവതി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തളർന്ന തന്റെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവിട്ടു എന്ന് പിതാവ് പറഞ്ഞത് കള്ളമാണെന്നും ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും യുവതി പറയുന്നു. സത്യം മറച്ചുവെക്കാനാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നതെന്നും ഒരു ഭാഗം മാത്രം പറഞ്ഞ് സത്യം മറച്ചുവെക്കാനാണ് നീക്കമെന്നും യുവതി പറയുന്നു. വൈദ്യർക്കെതിരെ തന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും അതോടെ സത്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നും യുവതി പറയുന്നു. തന്നെക്കുറിച്ച് പറയേണ്ടതെല്ലാം തന്റെ മകനോട് പോലും പറഞ്ഞു പഠിപ്പിച്ച് എല്ലാവരും നല്ല പോലെ ട്രെയിൻ ചെയ്തിട്ടാണ് പത്രസമ്മേളനത്തിൽ പോയതെന്ന് യുവതി വീഡിയോയിൽ പറയുന്നു.